ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ പുതിയൊരു വിഷയമാണ് ഇന്ന് തുടങ്ങുന്നത്. നമ്മൾ മാനസാന്തരം കണ്ടു, വിശ്വാസം കണ്ടു, ജലസ്നാനം കണ്ടു. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റിൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തോലിക അടിസ്ഥാന ഉപദേശങ്ങളിൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധാത്മ സ്നാനമാണ്. അതവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കലുള്ള വിശ്വാസം, അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, അല്ലേ? അപ്പോൾ അവിടെ സ്നാനങ്ങൾ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നിക്കൂടുതൽ സ്നാനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തേതാണ് ജലസ്നാനം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പരിശുദ്ധാത്മ സ്നാനം. അപ്പോൾ ഇതൊരു വളരെ വലിയ വിഷയമാണ്. നമ്മൾ 1, 2, 3, 4 ആഴ്ചകൾ ഈ വിഷയം തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് തുടർമാനമായിട്ട് വരുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇന്നൊരാമുഖമാണ് എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത്. നമ്മുടെ മശിഹായ കർത്താവിൻ്റെ വരവിനോട് സംബന്ധിച്ച് അവന് മുന്നോടിയായിട്ട് കടന്നു വന്ന പ്രവാചകനാണ് സ്നാപയോഹന്നാൻ, അല്ലേ? മശിഹ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ ഒരുക്കുവാൻ വേണ്ടി ദൈവം മുന്നയച്ച തൻ്റെ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ. പക്ഷെ പുതിയ നിയമത്തിലാണ് നമ്മൾ വായിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പുതിയ നിയമം തുടങ്ങി കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടാണ് പുതിയ നിയമത്തിൻ്റെ ശരിക്കുള്ള കാലം തുടങ്ങുന്നത്, അല്ലേ? അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം മുതലാണ് ചരിത്രപരമായി പുതിയ നിയമത്തിൻ്റെ കൃപായുഗം തുടങ്ങുന്നത്. അതുവരെയും പഴയ നിയമം തന്നെ, അല്ലേ? പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വരുന്നതാണേലും പഴയ നിയമത്തിലെ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു ഏറ്റവും വലിയ പ്രവാചകൻ ഇവനാണ്. എന്തുകൊണ്ട് ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രവാചകന്മാരെല്ലാം ഒരു മശിഹ വരുന്നുണ്ട്, ദാവീദ് പുത്രൻ, ദാവീദിൻ്റെ സന്തതിയിൽപ്പെട്ട രാജാവാകാൻ പോകുന്ന മശിഹ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ആരാ ഈ മശിഹ എന്ന് പറയുന്നില്ല, അല്ലേ? വിരൽ ചൂണ്ടി മശിഹ ആരാന്ന് കാണിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് സ്നാപയോഹന്നാനാണ്. അതെ, നസ്രയനായ യേശുവാണ് ഈ പറയുന്ന മശിഹ എന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള പ്രവാചക ധർമ്മം കിട്ടിയത് നമ്മുടെ സ്നാപയോഹന്നാനാണ്. അതുകൊണ്ടാണ് അവൻ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സ്നാപയോഹന്നാൻ്റെ വാക്കുകൾ കൊണ്ടാണ് അപ്പോൾ നമ്മുടെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളും തുടങ്ങുന്നത്. നിങ്ങൾക്കിനി മുന്നോട്ടുള്ള വാക്യങ്ങളെല്ലാം നോക്കിയാൽ അറിയാം. എല്ലാം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാൻ പോവാണ്. കാരണം പുതിയ നിയമം തുടങ്ങുന്നത് സ്നാപയോഹന്നാൻ്റെ ഈ സാക്ഷ്യം പറച്ചിലൂടെയാണ്. ആ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവായ യേശുക്രിസ്തു മശിഹയായിട്ട് ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ അവൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എടുത്തു പറയുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മശിഹ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, മശിഹ വരുമ്പോൾ അവൻ്റെ പ്രത്യേകത ഇതായിരിക്കും എന്ന് സ്നാപയോഹന്നാൻ വിളിച്ചു പറയുന്ന വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. ഇങ്ങനെയാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇത് അത്ര പ്രധാനമേറിയ വിഷയമാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. മത്തായി 3:11 വായിച്ചാട്ടെ. വെള്ളത്തിൽ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ശേഷം ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നെക്കാളും വലിയവനാണ്, മഹോന്നതനാണ്, ശ്രേഷ്ഠനാണ്. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. കേട്ടോ, അവന്റെ പ്രത്യേകത ഇതാണ്. ഞാൻ വെള്ളത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നു, അല്ലേ? അവന്റെ ചെരുപ്പ് തൊടുവാൻ അല്ലെങ്കിൽ അവന്റെ വാറഴിക്കുവാൻ എന്നൊക്കെ നമ്മൾ ഇനി വായിക്കും. അതിന്റെ അർത്ഥം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അടുത്ത മർക്കോസ് 1:8 അല്ലേ? അത് ഇംഗ്ലീഷിൽ 7, മലയാളത്തിൽ 8. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, കണ്ടോ? വരുന്നവൻ ഇനി നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ലൂക്കോസ് 3:15-16. യോഹന്നാൻ സ്നാപകം വന്ന് ഈ ശുശ്രൂഷയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ ഒന്ന് സംശയിച്ചു, ഇതാണോ വരുവാനിരുന്ന ക്രിസ്തു എന്ന്. ഞാൻ ക്രിസ്തു അല്ല എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. ഞാൻ വെറും വെള്ളത്തിലേ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നുള്ളൂ, എനിക്ക് എന്നെക്കാളും വലിയവൻ വരുന്നുണ്ട്, അവനാണ് ക്രിസ്തു. ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല,
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ യോഹന്നാന്റെ ജലസ്നാനം നമ്മുടെ ക്രിസ്തീയ ജലസ്നാനം അല്ല. അത് മാനസാന്തരത്തെ സൂചിപ്പിക്കുന്ന ഒരു ജലസ്നാനം മാത്രമായിരുന്നു. അതല്ല നമ്മുടെ സ്നാനം. ചിലരൊക്കെ ഈ വാക്യങ്ങളെടുത്ത് ജലസ്നാനത്തെക്കുറിച്ച്, അത് ജലസ്നാനത്തെക്കുറിച്ചല്ല. യോഹന്നാൻ സ്നാപകന്റെ സ്നാനം നിങ്ങൾ മാനസാന്തരപ്പെട്ട് മശിഹയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്നാനം മാത്രമാണ്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പഠിച്ചതുപോലെ യേശു ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്ന സ്നാനമല്ല, അവനോടുകൂടെ മരിച്ചു കുഴിച്ചിടുന്നവരല്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ ഈ യോഹന്നാൻ സ്നാപകന്റെ സ്നാനം എടുത്തവര് പിന്നീട് അപ്പോസ്തലൻ ശരിയായ ക്രിസ്തീയ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്നാനം പോരാ, ശരിയായ സ്നാനം ക്രിസ്തീയ സ്നാനമാണ്, അല്ലേ? അപ്പൊ ഇത് ആ കാലഘട്ടത്തിൽ യഹൂദന്മാരെ ഒരുക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകൻ ചെയ്തൊരു ശുശ്രൂഷയാണ്. അപ്പോൾ വെള്ളത്താലുള്ള സ്നാനമല്ല, പരിശുദ്ധാത്മ സ്നാനം മതി എന്ന് പറഞ്ഞ് വെള്ള സ്നാനം വേണ്ടാന്ന് വെക്കരുത് ഈ വാക്യങ്ങൾ വായിച്ചിട്ട്. അപ്പോൾ രണ്ടാമത് അവൻ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത് അന്നത്തെ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അന്ന് നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരികയാണ്, എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലെ അടിമ, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ജോലിക്കാർ, നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്കാർ, വേലക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പോയിട്ട് ഈ അതിഥിയുടെ കാല് കഴുകും. കാരണം ഈ അതിഥി നടന്നു വന്ന് കാലൊക്കെ പൊടി പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അതിഥിയുടെ കാലൊക്കെ ഒന്ന് കഴുകി, അപ്പൊ അതിനെന്ത് ചെയ്യണം? ചെരുപ്പ് ഊരണം, അല്ലേ? അപ്പൊ ഈ ചെരുപ്പ് ഊരി കാല് കഴുകി ഈ അതിഥി അകത്തോട്ട് കൊണ്ടുപോകുന്നവരാണ് വീട്ടിലെ അടിമ. അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിക്കാരെക്കാളും താഴെയാണ്. കാരണം ജോലിക്കാരെന്ന് പറഞ്ഞാൽ ജോലി സമയത്ത് വരുന്നു, പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അടിമ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലെ പശു, കന്നുകാലിയൊക്കെ പോലെയാണ്. നമ്മൾ എന്താ പറയുക, എൻ്റെ വീട്ടിലെ കസേര പോലെയാണ്. ഞാൻ അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ളതാണ്. എനിക്ക് അതിൻ്റെ അടിമ തല്ലി കൊല്ലാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കസേര ഓടിക്കാം, അല്ലേ? നമ്മുടെ വീട്ടിലെ ഒരു സാധനം പോലെ അത്രയ്ക്ക് തരം താഴ്ന്ന ഒരു വ്യക്തിയാണ് അടിമ അന്നത്തെ കാലത്ത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ വരുന്ന ക്രിസ്തുവിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യേശു ക്രിസ്തുവിന്റെ ഒരു അടിമയാകാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് കണ്ടോ. അപ്പോൾ യോഹന്നാൻ സ്നാപകന് ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പരിജ്ഞാനം ഉണ്ടായിരുന്നു, അല്ലേ? ഈ വരുന്നവൻ അത്ര ശ്രേഷ്ഠനാണ്. നമ്മളൊക്കെ യേശുവിനെ കാണുമ്പോൾ തോളത്ത് കൈയായിട്ട് ഇങ്ങനെ ആയിട്ട് ഹേ യേശു എന്ന് പറയാൻ, അല്ലേ? പണ്ടാരോട് പറഞ്ഞില്ലേ, യേശുവിനെ കണ്ട് യേശു ചേട്ടാന്ന് വിളിക്കും നമ്മുടെ മലയാളികൾ, അല്ലേ? നമ്മൾ അങ്ങനെയാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകന് ശരിയായ പരിജ്ഞാനം ഉണ്ടായിട്ട് പറയാണ്, അവന്റെ കാലൊന്ന് കഴുകാനുള്ള ഒരു അടിമയാകാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന്, അതിന് പോലും എനിക്ക് യോഗ്യതയില്ലെന്ന്. എന്താ അത് പറയുന്നതിന്റെ കാരണം? ഞാൻ വെറും വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തി, ചുമ്മാ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മ സ്നാനം തരുന്ന വ്യക്തി അതിനേക്കാളും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. കണ്ടോ, യേശുക്രിസ്തുവിന്റെ സവിശേഷതയും ശ്രേഷ്ഠതയും എന്താണ്? അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പൊ ഈ സ്നാനത്തിന്റെയും ശ്രേഷ്ഠത അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്, അല്ലേ? അടുത്തത് യോഹന്നാന്റെ സുവിശേഷം, അതിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യം മാത്രമല്ല, ഒരു കഥാവിവരണം പോലെ, അല്ലേ? 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അതായത് യോഹന്നാൻ സ്നാപകൻ മശിഹയാണോ, ആരാണ് ഈ വന്നിരിക്കുന്നവൻ, ഇവന്റെ ശുശ്രൂഷ എന്താണെന്നൊക്കെ ചോദിച്ചറിയാൻ പോലീസിനെ പോലെ കടന്നു വന്നിരിക്കുന്നത് പരീശന്മാരുടെ ഒരു കൂട്ടരായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. ഈ പഴയ നിയമത്തിൽ 3 വ്യക്തികളെ അവർ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെ? ഒന്നാമതായിട്ട് മോശ അവരോട് പറഞ്ഞിരുന്നു, എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവം ഉയർത്തും. അപ്പൊ അവരൊരു പ്രവാചകനെ കാത്തിരിപ്പുണ്ടായിരുന്നു. രണ്ടാമത് ഏറ്റവും അവസാനത്തെ പുസ്തകം മാലാക്കി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏലിയാവ് തിരിച്ചു വരുമെന്ന്. പിന്നെ മൂന്നാമതായിട്ട് അവർ പ്രതീക്ഷിച്ച വ്യക്തിയാണ് ക്രിസ്തു, അല്ലെ? ദാവീദ് പുത്രനായ ഒരു വലിയ രാജാവ് വരുന്നുണ്ട്. ഈ 3 വ്യക്തി അല്ലെങ്കിൽ പിന്നെ നീ ആരാ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ നീ ആരാണ്? വീണ്ടും ഇതന്നെ പറഞ്ഞു, ഞാൻ ആരുമല്ല, ഞാൻ വെറും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തിയാണ്. ഇനി വരുവാനിരിക്കുന്ന ഒരുവൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് ശേഷം വരുന്നവനാണ്, ഞാൻ അവന്റെ മുന്നേ ഓടി അവനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ അവന്റെ അടിമയാകാൻ പോലും യോഗ്യനല്ല. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബെഥാനിയിൽ സംഭവിച്ചു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് പറഞ്ഞാട്ടെ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, അല്ലേ? കർത്താവാണ് പാപം ചുമക്കുന്ന രക്ഷകൻ താ പോകുന്നു. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പേ
മുമ്പായി തീർന്നു ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. കണ്ടോ, ഇവൻ എനിക്ക് ശേഷമാ വരുന്ന ചരിത്രത്തിൽ, പക്ഷെ എനിക്ക് മുൻപുണ്ടായിരുന്നവനാണ്. കണ്ടോ, അതായത് ഈ വരുന്നത് ദൈവം തന്നെ അല്ലേ, ദൈവം ജഡത്തിൽ വരികയാണ്. വായിച്ചോ. എനിക്ക് ഇവനെ അറിഞ്ഞൂടായിരുന്നു, എനിക്ക് എങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയെന്നുള്ളതാണ് ഇനി പറയുന്നത്. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെ സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാൻ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സ്നാപയോഹന്നാൻ എന്ത് മനസ്സിലായത്? ആരാണ് മശിഹ അല്ലേ? മശിഹ ആരാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ, ഈ നസ്രേനായ യേശു ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ദൈവം അവനൊരു അടയാളം കൊടുത്തു. നീ പോയി എല്ലാവരെയും സ്നാനം കഴിപ്പിക്കുക. നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് വസിക്കുന്നത് നീ കാണും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, യേശു ക്രിസ്തു സ്നാനം കഴിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിച്ചു, പിന്നെ പോയില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ നീ കാണും. ആ വ്യക്തിയാണ് ഈ മശിഹ. അവൻ മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനായിരിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 1:5. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് യേശുക്രിസ്തു തന്നെയാണ് തന്റെ അപ്പോസ്തലന്മാരോട്. ഇനി അധികം ദിവസം കഴിയാതെ ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. കണ്ടോ, ആദ്യത്തെ 5 പുസ്തകങ്ങളും നമ്മൾ നോക്കി അല്ലെ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവർത്തികൾ. ഈ പുതിയ നിയമം തുടങ്ങുന്നതേ ഈ ഒരു വാഗ്ദത്തം പറഞ്ഞുകൊണ്ടാണ് അല്ലേ. മറ്റ് പല കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്യുമെന്ന് നമ്മൾ നമ്മുടെ സഭകളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളും പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യമേ ഊന്നൽ നൽകി പറയുന്നത് എന്താണ്? കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന അനുഗ്രഹം അല്ലെങ്കിൽ അനുഭവം ഒരു ഒഴിച്ചുകൂടാവുന്ന ഒരു കാര്യമല്ല. വേണമെങ്കിൽ മതി, കുറച്ച് പേർക്കൊക്കെ ഇരിക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലരുണ്ട് അങ്ങനെ, അത് കുറേ സഭക്കാരുണ്ട് അതിൻ്റെ പുറകെ നടക്കുന്നവർ. അതത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല. കർത്താവ് ക്രൂശി മരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെടുന്നു, പാപക്ഷമ, ഇതൊക്കെയാണ് ഊന്നൽ നൽകേണ്ടതെന്ന് പറയുന്നവരുണ്ട്. പരിശുദ്ധാത്മ അത് കുറച്ച് പേർക്ക് അങ്ങനെ പോട്ടെ, അങ്ങനെ ഒഴിച്ച് കൂട്ടുവാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നിരിക്കുന്ന ഉദ്ദേശത്തിൽ ഏറ്റവും ഉന്നതമായിട്ട് എടുത്തു പറയുന്ന സവിശേഷതയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ സ്നാനം കഴിപ്പിക്കുമെന്ന് അല്ലേ. ഈ യോഹന്നാൻ സ്നാപകൻ ഒരിക്കലേ പറഞ്ഞോളൂ ദാ പോകുന്നു കുഞ്ഞാടെന്ന്. പല പ്രാവശ്യം താൻ പറഞ്ഞു അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ഞാൻ വെറും വെള്ളം കഴുകാം, ഈ വെള്ളത്താലുള്ള സ്നാനം ചെയ്യാൻ വന്നവനാണ്, ഞാൻ അവൻ്റെ കാലിൻ്റെ വാറഴിക്കാൻ പോലും, ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ലെന്ന്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മ സ്നാനമാണ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത്. അപ്പം അല്ലേ, ഈ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനാണെങ്കിൽ അവനെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്നാനം വാങ്ങിച്ചില്ലെങ്കിലോ? പരിശുദ്ധാത്മ സ്നാനം ഇപ്പം നമ്മൾ പറയുകയാണ് അവിടെ ഒരു ബേക്കറി ഉണ്ട്, ആ ബേക്കറിയിൽ നല്ല കേക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ഇന്നേ വരെ അവിടെ കയറി കേക്ക് വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ കയറിയിട്ട് ഈ ബോഞ്ചി അടിക്കത്തേ ഉള്ളൂ, നാരങ്ങ വെള്ളം അല്ലേ. അത് അറിയപ്പെടുന്നത് കേക്കിന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഇന്നേ വരെ ആ കേക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെയാണ് ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മ സ്നാനത്തിന് ഊന്നൽ നൽകാത്തതും അതിന് പ്രാധാന്യം കൊടുക്കാത്തതും അത് അനുഭവിക്കാത്തതും ക്രിസ്ത്യാനികളെ കുറിച്ച് എന്താ പറയും? യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും സവിശേഷ ശുശ്രൂഷ ഇതുവരെ പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞുകൂടാ അല്ലേ. അപ്പോൾ ഈ വിഷയം എത്ര ഗൗരവത്തോടെ നമ്മൾ സമീപിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ സ്നാപയോഹന്നാൻ്റെ സാക്ഷ്യം ഇത്രത്തോളം നമ്മൾ വായിച്ചു കേട്ടത്. ഇനി എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ കാണാം. പരിശുദ്ധാത്മ സ്നാനം പല വാക്കുകൾ കൊണ്ട് പുതിയ നിയമം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ 5 വാക്യങ്ങളാണ് നമ്മൾ 5 വാക്കുകൾ. പരിശുദ്ധാത്മ സ്നാനം, ഈ അനുഭവം, ഒരനുഭവമാണല്ല, 5 കാര്യങ്ങളല്ല, ഒരേ അനുഭവം വിശദീകരിക്കുവാൻ പുതിയ നിയമം 5 വാക്കുകൾ, 5 പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ മേൽ വരുന്നു. ആത്മാവ് നമ്മുടെ മേൽ വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:49.
എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, അതായത് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, കണ്ടോ, നിങ്ങളുടെ മേൽ വരുമ്പോൾ, കണ്ടോ, വായിച്ചാട്ടെ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തുള്ളവരുടെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പൊ ആത്മാവ് മേൽ വരിക, നമ്മുടെ മേൽ വരിക, അതാണ് ആത്മസ്നാനം എന്ന് പറഞ്ഞത്. ഉയരത്തിൽ നിന്ന് ശക്തി ദൈവം പകർന്നു നൽകുന്നു. അപ്പൊ ആത്മസ്നാനം ഇതൊരു സ്നാനമാണ്. നമ്മൾ ആത്മാവിൽ നമ്മൾ നിമഞ്ജനം മുങ്ങുകയാണ്, അല്ലേ? അപ്പൊ ആത്മാവ് എൻ്റെ മേല് മൊത്തം ആത്മാവിനാൽ നിറയുന്നത് പോലാണ്, അല്ലേ? ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. രണ്ടാമതായിട്ട് ആത്മനിറവാണിത്. ആത്മാവിനാൽ നിറയുകയാണ്, അല്ല മേൽ പുറത്തു വരിക മാത്രമല്ല, ആത്മാവിനാൽ നിറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:4. പെന്തക്കോസ്ത് നാളിൽ ഈ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മ സ്നാനം കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയ്ക്ക് നൽകിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2:4 പറഞ്ഞിരിക്കുന്നത് കേട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവിനാൽ നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ആത്മാവിനാൽ നിറയുക. അടുത്ത വാക്യം കൂടെ വായിച്ചേ. എഫീഷ്യ ലേഖനം 5:18. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. ആത്മാവിലാണ് നിങ്ങൾ നിറയേണ്ടത്. ഇത് സമകാലിക വിവർത്തനമാണ്. നമ്മുടെ സാധാരണ പഴയ മലയാളം ബൈബിളിൽ ഇങ്ങനല്ല, ആത്മാവിനാൽ നിറഞ്ഞ സങ്കീർത്തനത്താൽ നമ്മൾ ഓടിപ്പോവാത്. പക്ഷെ ഇവിടെ ഒരു കൽപ്പന ഒളിഞ്ഞു കിടപ്പുണ്ട്, ആത്മാവിനാൽ നിങ്ങൾ നിറയണം. അപ്പൊ ആത്മനിറവ്, ആത്മാവിന്റെ പൂർണ്ണത, അല്ലേ? ആത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം. എൻ്റെ ഉള്ളിനകത്ത് ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് നിറവ് കടന്നു വരണം. നമ്മളിങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് സംഗ്രഹിച്ചത് എന്താണെന്ന് പറയാം. അടുത്തതായിട്ട് ആത്മാവിനെ പാനം ചെയ്യുന്നത്. യോഹന്നാന്റെ 7:37 മുതൽ 39 വരെ ഒന്ന് വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തിരസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഭാവി സംഭവിക്കുന്ന ഒരു കാര്യമാണേലും അന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു, എന്താ? ദാഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്തിനെ കുറിച്ചാ? പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവിനെ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് അത്ര പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യണം? ആത്മാവിനെ കുടിക്കണം. അത് തന്നെയാണ് 1 കൊരിന്ത്യർ 12:13 പറഞ്ഞിരിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിലേക്ക് കടന്നു വരുന്നവരായാലും നാം എല്ലാവരും ഒരുപോലെ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. കണ്ടോ? ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പാനം ചെയ്യുക, അല്ലെ? നമ്മുടെ ദാഹം നമ്മളെ ശമിപ്പിക്കണം. യോഹന്നാൻ 4:14 വായിച്ചേ. ഒരു നാളും ദാഹിക്കയില്ല. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു നാളും ദാഹിക്കയില്ല. അതൊരു നീരുറവയാകുമോ, ഒരു കിണറായി മാറും അത്, അല്ലേ? അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിത്യജീവന്റെ ഒരു നീരുറവ. പിന്നീട് യോഹന്നാൻ 7 പറഞ്ഞിരിക്കുന്നത് അത് പൊട്ടി എന്താകും? ജീവന്റെ ജലനദികളായി ഒഴുകും. അപ്പൊ ആദ്യം ഒരു കിണറായിരിക്കും, പിന്നീട് അത് ജീവജല നദികളായി അവന്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തോട്ട് ഒഴുകുക. കണ്ടോ? ദാഹിക്കയില്ല. ഇനി അടുത്തത് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുക. അപ്പൊ അഭിഷേകം എന്താണെന്ന് മനസ്സിലാക്കാനാണ് അടുത്ത വാക്യം. 1 ശമൂവേൽ 16:13. ദാവീദിനെ അഭിഷേകം ചെയ്ത ഈ അഭിഷേകം എന്നുള്ള വാക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം. 1 ശമൂവേൽ 16:13. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. അപ്പൊ അടുത്തത് ഈ സ്നാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുക. അപ്പൊ എന്താ ഈ അഭിഷേകം?
അവിടെ ശമൂവേൽ പ്രവാചകൻ എന്താ ചെയ്തത്? തൈലക്കൊമ്പെടുത്ത് ഒരല്പം എണ്ണ ദാവീദിൻ്റെ ശിരസിലൊഴിച്ചു, അല്ലേ? അതൊരു അടയാളമാണ്, അല്ലാതെ ആ എണ്ണയല്ല എന്താ പറയുക അഭിഷേകത്തിൻ്റെ മുഖ്യ വിഷയം അവിടുത്തെ. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ദാവീദിൻ്റെ മേൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അപ്പോൾ ഈ അഭിഷേകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ശിരസിൽ എന്തെങ്കിലും ഒഴിച്ച് അങ്ങ് ഒഴുകുക, അല്ലേ? പാലഭിഷേകം, എന്താ പറയുക, അഭിഷേകം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമുക്കറിയാലോ. അഭിഷേകം എന്ന് പറഞ്ഞാൽ തലയെ കൂടെ ഒരു സാധനം ഒഴിച്ച് അതങ്ങ് ഒഴുകുക, നമ്മുടെ ശരീരം മുഴുവനാകുക. പക്ഷേ നമ്മളെ അഭിഷേകം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 10:38 യേശു ക്രിസ്തുവിന്റെ അഭിഷേകം എന്ന് കേട്ടെ. ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ചെയ്ത എല്ലാ ശുശ്രൂഷയ്ക്കും മൂലകാരണം ദൈവം അവനോട് കൂടിയിരുന്നു. പക്ഷെ എങ്ങനെ ദൈവം അവനോട് കൂടിയിരുന്നത്? പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം പ്രാപിച്ചു. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും രണ്ട് വാക്യങ്ങൾ നമ്മൾ എടുത്തത് എന്താണ് ഈ അഭിഷേകം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നു. 2 കൊരിന്ത്യർ 1:21-22 നമ്മളെക്കുറിച്ചിനി അഭിഷേകം വിഷയം. ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ ദൈവം അഭിഷേകം ചെയ്തു. നിങ്ങളെല്ലാവരും അത് കേട്ടോ. ദൈവം നമ്മെ ക്രിസ്തുവിൽ അഭിഷേകം ചെയ്യും. എങ്ങനെ അഭിഷേകം ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യും. 1 യോഹന്നാൻ 2:27 ഈ അഭിഷേകം എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ? നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കും. കണ്ടോ, ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമുക്ക് നല്ല ദിശാബോധം കടന്നു വരും. നിങ്ങളെ ഉപദേശിക്കാൻ ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരാൾ വന്ന് ക്ലാസ് എടുക്കണ്ടെന്നല്ല. നിങ്ങളെ ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ അറിയാൻ പറ്റും ഈ പറയുന്ന ദുരുപദേശമാണോ അതോ സത്യോപദേശമാണോ. വിവേചിക്കുവാൻ കഴിയും, അല്ലേ? ഒരുപാട് പ്രസംഗക്കാർ വന്ന് നമ്മുടെ അടുത്ത് പ്രസംഗിക്കുമ്പോൾ ഈ പറയുന്ന സത്യമാണോ അല്ലേ നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ നമുക്ക് ബോധ്യം നൽകും. അതാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ഗുണം. പരിശുദ്ധാത്മാ ഉള്ളിൽ അഭിഷേകമായി കടന്നു വന്നാലുള്ള ഗുണം നമുക്ക് വിവേചിക്കുവാൻ കഴിയും. അത് പറഞ്ഞു തരും ഇത് സത്യമാണോ തെറ്റാണോ എന്നുള്ളത്, അല്ലേ? യോഹന്നാൻ 14:26 കർത്താവ് അത് തന്നെ പറഞ്ഞത്. പിതാവ് എന്റെ നാമത്തിൽ കാര്യസ്ഥൻ സകലവും ഉപദേശിച്ചു തരും. കണ്ടോ, ഇത് തന്നെയല്ലേ നമ്മൾ 1 യോഹന്നാനിൽ വായിച്ച ഈ ഉപദേശം നൽകും. പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശം നൽകും. ശരിയും തെറ്റും വിവേചിക്കുവാൻ നമുക്ക് കൃപ നൽകും. വചനത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കുവാൻ കഴിയും, അല്ലേ? അതൊരു കാര്യസ്ഥൻ. നമ്മുടെയൊക്കെ വീട്ടിൽ കാര്യസ്ഥന്മാരുണ്ട്, അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളായി, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അല്ലേ, നമ്മുടെ ഒരു കാര്യസ്ഥൻ, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ എന്ത് ലഭിക്കുന്നു? നമുക്ക് സത്യം വിവേചിച്ചറിയുവാൻ കഴിയും, ദുരുപദേശത്തെ വിട്ടുമാറുവാൻ കഴിയും, അല്ലേ? അപ്പോൾ കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. ആത്മസ്നാനത്തിൻ്റെ ഒരു പര്യായമാണ്. ഇനി അവസാനമായിട്ട് ആത്മസ്നാനത്തെ സൂചിപ്പിക്കുന്ന 5ാമത്തെ പദപ്രയോഗം ആത്മാവിനാൽ മുദ്രയിടുക. എഫീസ്യ ലേഖനം 1:13-14 അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ പ്രയാസം അല്ലേ? പതുക്കെ പതുക്കെ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഒന്നുകൂടെ ഒന്ന് പതുക്കെ നിർത്തി ഒന്ന് വായിക്കാം. 1:13 അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവന്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ പതുക്കെ വായിച്ചപ്പം?
നമ്മൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് ഒരു കാര്യം ചെയ്തു. എന്താണത്? അവൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് ആരാണ്? നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്. ഈ അച്ചാരം എന്നുള്ള വാക്ക് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. പഴയ മലയാളമാണ്. ഈ അച്ചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടൊക്കെ റെൻ്റ് എടുക്കുമ്പോൾ എന്താ കൊടുക്കുന്നത്? അഡ്വാൻസ് കൊടുക്കും, അല്ലേ? എന്ന് പറഞ്ഞതാണ് ഈ അച്ചാരം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ ടോക്കൺ എന്ന് പറയും, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയും, അല്ലേ? വാങ്ങിക്കുന്ന തുകയുടെ ഒരു അല്പ ശതമാനം ആദ്യം ഞങ്ങൾ അന്നും തരാമെന്ന് പറയുന്നതിൻ്റെ ഉറപ്പായിട്ട്, അല്ലേ? എന്ന് പറയുന്ന വാക്കാണ് ഈ അച്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മുന്നത്തെ ആഴ്ചകളിൽ പഠിച്ചത്, നമ്മൾ രക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി വരുവാനിരിക്കുന്ന ഒരു രക്ഷയുണ്ട്, അല്ലേ? അല്ലാതെ പൂർണ്ണമായിട്ട് രക്ഷയുടെ എല്ലാ അനുഭവവും നമ്മൾ പ്രാപിച്ചില്ല, അല്ലേ? നീതീകരണം പ്രാപിച്ച് ശുദ്ധീകരണത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തേജസ്കരണം കിടക്കുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്ന രക്ഷയാണ്. അപ്പോൾ അതിനെ ഉറപ്പായിട്ട് ദൈവം ഇപ്പോൾ നമുക്ക് എന്ത് തരുന്നു? ഒരച്ചാരം നൽകുന്നുണ്ട്. ആ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. കണ്ടോ? അപ്പൊ നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട്, ഈ രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട്, അവൻ്റെ നാമമഹത്വത്തിനായിട്ട്, നിങ്ങളുടെ പൂർണ്ണരക്ഷയുടെ അച്ചാരമായിട്ട് എന്ത് ചെയ്തവൻ? നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. എന്താ ഈ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ? സീൽ ചെയ്യുക എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നത്? സീൽ ചെയ്യുക, വാക്സ് ചെയ്യുക എന്നൊക്കെ പറയാം. മലയാളം എന്തോ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. മുദ്രയിടുക എന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? ഒരു ചുമന്ന സാധനം ഇങ്ങനെ മെഴുകി ഇങ്ങനെ പോലെ ഉരുക്കിയിട്ട് അതെടുത്തിട്ട് അടിക്കും, അല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാരുടെ മുദ്രമോതിരം കാണും, അതിലൊരു അടയാളമൊക്കെ കാണും, രാജാവിൻ്റെ എംബ്ലോ, അതൊക്കെ. അത് വെച്ചിട്ട് ഒരു മുദ്രയിട്ടാൽ അതൊരു ഒപ്പിട്ടതിന് തുല്യമാണ്, അല്ലേ? അപ്പോൾ ഈ മുദ്രയിടുമ്പോൾ, ഒരു രാജാവ് മുദ്രയിടുമ്പോൾ എന്താ പറയുന്നത്? ആ അടയാളം എന്താ സൂചിപ്പിക്കുന്നത്? ഇത് എൻ്റെ വസ്തുവാണ്, എൻ്റെ അവകാശമാണ് എന്നല്ലേ? നമ്മളിപ്പോൾ ഒരു ഒപ്പിട്ടായത് എൻ്റെ ആണെന്നല്ലേ അതിനർത്ഥം? എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നീ എൻ്റേതാണ്, നിന്നെ ഞാൻ വീണ്ടെടുക്കുകയാണ്, നിന്നെ ഞാൻ രക്ഷിക്കുകയാണ് എന്ന് ദൈവം ഒപ്പിട്ട് നമ്മുടെ തലയിൽ, അല്ലേ? ദൈവം തലയിൽ ഒപ്പിട്ടു, നീ എൻ്റേതാണ് എന്ന് മുദ്രയിടുന്ന ആ തെളിവാണെന്ത്? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്നറിയാമോ? നമുക്ക് ഉറപ്പ് ഉള്ളിൽ കടന്നു വരികയാണ്. അതൊക്കെ ഇനി അടുത്ത ആഴ്ചകൾ നമ്മൾ പഠിക്കും. രക്ഷയുടെ ഉറപ്പ്, സന്തോഷം, ഞാൻ ദൈവത്തിൻ്റെ ആണെന്നുള്ള ബോധ്യം കടന്നു വരികയാണ്. അല്ലാതെ ഞാൻ എവിടോ ആരാണ്ടോ ഒരു ബൈബിൾ സ്റ്റഡി നടക്കുന്നിടത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ കേട്ട് ഞാനങ്ങ് ബ്രെയിൻ വാഷ്ഡ് ആയിപ്പോയതല്ല, എന്നെ ആളുകൾ കബളിപ്പിച്ചതല്ല. പരിശുദ്ധാത്മാവ് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ അവകാശമാക്കിയിരിക്കുകയാണ്, അല്ലേ? നീ എൻ്റേതാണ്, നിൻ്റെ ഉടമസ്ഥ അവകാശം ഞാനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നീ എൻ്റേതാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ മുദ്ര. എഫീസ്യ ലേഖനം 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ട്, വീണ്ടെടുപ്പ് നാൾ വരെയും നിങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുക. ആരും നിങ്ങളെ കവർന്നെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മുദ്രയിട്ട് വെച്ചിരിക്കുക. നിങ്ങൾ എൻ്റേതാണെന്ന് പറയും, അല്ലേ? ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പാടില്ല, അല്ലേ? ചില രജിസ്റ്റേർഡ് കത്തെന്നൊക്കെ പറയുന്ന പോലെ, അല്ലേ? അതൊരു വ്യക്തിക്ക് തുറക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലാതെ നമുക്ക് പറിച്ച് എടുക്കാൻ എന്ന് പറയുന്ന പോലെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. വീണ്ടെടുപ്പ് നാൾ വരെയും പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് അവനെ എപ്പോഴും ദുഃഖിപ്പിക്കരുതെന്നായി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 5 കാര്യങ്ങൾ കണ്ടു, അല്ലേ? പുതിയ നിയമത്തിൽ ഈ അനുഭവത്തെ വിശേഷിപ്പിക്കുന്ന 5 കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ആത്മസ്നാനത്തെക്കുറിച്ചൊരു പൂർണ്ണ ചിത്രം കിട്ടും, അല്ലേ? ആത്മാവിനാൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവ് നിങ്ങളുടെ മേൽ വരികയാണ്, നിങ്ങളുടെ മേൽ ശക്തിയോടെ വരികയാണ്, അല്ലേ? ആത്മാവ് ഒരു പുതപ്പിടുന്ന പോലെയാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു ആയുധവർഗം ഒരു പടച്ചട്ടയൊക്കെ എടുത്തിടുന്ന പോലെ നിങ്ങളെ പുറത്തോട്ടിറങ്ങി വരും, അല്ലേ? ഒരു പുതപ്പ് പോലെ, അല്ലേ? ഒരു മാൻറ്റിൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ, ഒരു പുതപ്പ് പോലെ. അതാണ് കർത്താവ് പറയുകയാണ്, ഞാൻ അയക്കും നിങ്ങളുടെ മേൽ, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കുന്നവൻ, നമ്മളെ സ്നാനം കഴിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ മേൽ ആത്മാവ് കടന്നു വരും. രണ്ടാമത്, നമ്മുടെ ഉള്ളത്തിൽ ആത്മാവിൻ്റെ പൂർണ്ണത നിറഞ്ഞു വരും, അല്ലേ? ആത്മാവിൻ്റെ പൂർണ്ണത, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി മുന്നത്തെ തുടർന്നു പോകുന്ന ആഴ്ചകൾ കൂടുതൽ പഠിക്കും. മൂന്നാമതായിട്ട് ആത്മാവിനെ പാനം ചെയ്യുകയാണ്. എൻ്റെ ഉള്ളത്തിലെ എല്ലാ ദാഹവും ഞാൻ നിവർത്തിക്കുന്നത് ഇനി ആത്മാവിനെ പാനം ചെയ്താണ്,
അല്ലേ? എൻ്റെ ഉള്ളിലെ എല്ലാ ആവശ്യങ്ങളും എല്ലാം ഇനി ഞാൻ അവനിൽ ആശ്രയിച്ച് അവൻ്റെ സഹായത്താൽ ഞാൻ പരിഹരിക്കും, അല്ലേ? ഈ പാനം ചെയ്യുക, ഭക്ഷിക്കുക എന്നൊക്കെ ഉള്ള ഭാഷ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. എന്നെ ഭക്ഷിക്കണം, അല്ലേ? എൻ്റെ മാംസം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം, ഇതൊക്കെ പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? തിരുവനന്തപുരത്ത് തന്നെ പണ്ടുണ്ടായിരുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല, വളരെ പേര് കേട്ടൊരു സ്വാമിയാണ്. പുള്ളി ഇതൊക്കെ വായിച്ചിട്ട് അയ്യേ ഇതെന്തൊരു വൃത്തികെട്ട വിശ്വാസം, വേറൊരു മനുഷ്യൻ്റെ ഇതൊക്കെ കഴിക്കും, ഇതെന്തോ നരഭോജികളുടെ വിശ്വാസമാണോ? പുള്ളിക്ക് മനസ്സിലായില്ല ഇതിൻ്റെ ആത്മീയ അർത്ഥം, അല്ലേ? നമ്മൾ 2000 വർഷം മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ മാംസമൊന്നും തിന്നാനല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഞാൻ കാരണം ജീവിക്കണം, അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജീവൻ കാരണമാണ് ജീവിക്കുന്നതെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അത് ആ സംസർഗത്തെ സൂചിപ്പിക്കുന്നു. കർത്താവുമായുള്ള ഐക്യതയിൽ അവൻ എനിക്ക് നൽകുന്ന ജീവൻ കാരണമാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ആത്മാവിനെ പാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ എല്ലാ ദാഹങ്ങളും ശമിപ്പിക്കുന്നത് ഈ ആത്മാവാണ്. ഞാൻ ലോകത്തിൻ്റെ പുറകെ മോഹിച്ചു പോകാത്തത് എൻ്റെ ഉള്ളിലൊരു ദാഹവും ഇല്ല, അല്ലേ? എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ മോഹങ്ങളെയും എന്താ പറയുക തൃപ്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അവനുമായിട്ടുള്ള കൂട്ടായ്മ, സഹവാസം, സംസർഗം നിമിത്തം ഞാൻ അവനിൽ സംതൃപ്തനായിരിക്കുന്നു. എനിക്ക് പിന്നെ ലോകത്തിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. കർത്താവ് മതി എന്ന് പറയുവാൻ എന്നെ പ്രാപ്തനാക്കുന്നതുകൊണ്ട് ആത്മാവിനെ പാനം ചെയ്യുക, ആത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുക, അല്ലേ? ആത്മാഭിഷേകം നിമിത്തം എനിക്ക് എന്തുണ്ട്? കർത്താവ് എൻ്റെ കൂടെ ഇരുന്ന ഒരു കാര്യസ്ഥനെ പോലെ എന്നെ വചനം പഠിപ്പിക്കും. എനിക്ക് ഉപദേശങ്ങളെയൊക്കെ വിവേചിക്കുവാൻ കഴിയും. സത്യോപദേശത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും, അല്ലേ? അവസാനമായിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ മുദ്ര ചെയ്തിരിക്കുകയാണ്, അല്ലേ? വീണ്ടെടുപ്പ് നാൾ വരെയും അവനെ എനിക്ക് ഞാൻ അവൻ്റെതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളം, ഒരു മുദ്ര, അല്ലേ? ആത്മാവെന്ന അച്ചാരം നമുക്ക് നൽകിയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആത്മ നിറവ് എത്ര പ്രാധാന്യമേറിയതാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു അനുഭവമാണ് ഈ ആത്മനിറവെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആത്മസ്നാനം? ആത്മാവിനാൽ നമ്മളെ യേശുക്രിസ്തു നിറയ്ക്കുന്നതാണ്, ആത്മനിറവാണ്, ആത്മപൂർണതയാണ് ആത്മസ്നാനം. ശരി, ഇനി നമുക്കൊരു വിഷയം കൂടെ നോക്കിയിട്ട് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. ആർക്കാണ് ഈ ആത്മസ്നാനം? അല്ലേ, നമ്മൾ ജലസ്നാനം പഠിച്ചപ്പോഴും ഇത് പഠിച്ചു, ആരാണ് സ്നാനപ്പെടേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നമ്മൾ ചിന്തിക്കണം ആരാണ് സ്നാനപ്പെടേണ്ടത്. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോൾ എങ്ങനെ ആത്മസ്നാനം പ്രാപിക്കാമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ആത്മസ്നാനം എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് മാത്രമേ ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലേ? യോഹന്നാൻ 14:16-17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ പിതാവിനോട് ചോദിച്ച്, പിതാവിന്റെ വാക്തത്വമാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്, നമ്മളെ സ്നാനം കഴിക്കുന്നത് പുത്രനായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവൻ പിതാവിന്റെ പക്കൽ പോയി ഇത് പ്രാപിച്ചിട്ട് നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കുവാൻ ഒരു കാര്യസ്ഥനായിട്ട് ഈ സത്യത്തിന്റെ ആത്മാവിനെ ഞാൻ അയച്ചു തരും. പക്ഷെ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ, 17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിനവനെ ലഭിക്കാൻ കഴിയുകയില്ല. ലോകം, അതായത് അവിശ്വാസികൾക്ക് ഇത് ലഭിക്കത്തില്ലെന്ന് കേട്ടോ. അപ്പൊ നമ്മൾ വിശ്വാസികളല്ലെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒരു ഗുണവുമില്ല, നമുക്കിത് പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2:39. ഈ വാക്തത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന വാക്തത്വം, പിതാവിന്റെ വാക്തത്വം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ള കർത്താവ് വിളിക്കുന്നവർക്കേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്നൊക്കെ ചിലർ വായിച്ചേച്ച് പറയും എൻ്റെ മക്കൾക്കുള്ളതാണ്. അങ്ങനെ മക്കളായാൽ പോരാ, നിങ്ങളായാലും നിങ്ങളുടെ മക്കളായാലും ഇനി ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവരായാലും ദൈവം വിളിക്കുന്നവർക്കുള്ളതാണ് ഈ വാക്തത്വം. ദൈവം വിളിക്കുന്നത് ആരെയാ? വിശ്വാസികളെ, അല്ലേ? ദൈവ വിളി കേട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് വിശ്വാസം. അപ്പൊ നമ്മൾ വിശ്വാസി അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. പരിശുദ്ധാത്മ സ്നാനം കിട്ടണമെങ്കിൽ ആദ്യം വിശ്വാസിയാവണം, അല്ലേ? രക്ഷിക്കപ്പെടണം. രണ്ടാമതായിട്ട് യോഹന്നാൻ 7:37-39 നമ്മൾ വായിച്ചതാണ്, വീണ്ടും വായിക്കുന്നില്ല. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, ദാഹമുണ്ടോ?
ദാഹമില്ലാത്തവന് പരിശുദ്ധാത്മ സ്നാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. ദാഹം വേണം. അതായത് എനിക്ക് ആത്മാവിനെ പ്രാപിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വേണം, അല്ലേ? ഇപ്പം നമ്മൾ ദാഹിക്കാത്തപ്പോൾ വെള്ളം കുടിക്കുമോ? ഇല്ല, ആഗ്രഹം ഇല്ല, അല്ലേ? പക്ഷെ നമ്മൾ വെയിലത്ത് പോയി നമ്മൾ തളർന്നു വരികയാണെങ്കിൽ വെള്ളം കിട്ടാൻ വേണ്ടി ഓടും നമ്മൾ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടോ ആത്മാവിനാൽ നിറയണമെന്നുള്ളത്? അപ്പോൾ അതാണ് ഒന്നാമത്തേത്, ആഗ്രഹം വേണം. തീക്ഷ്ണമായ ഒരു ആഗ്രഹം, ദാഹം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വളരെ തീക്ഷ്ണമായ ഒരു ആഗ്രഹം. രണ്ടാമത് എവിടെ വരണം? യേശുവിൻ്റെ അടുക്കൽ വരണം. അല്ലാതെ ഒരു പാസ്റ്ററിൻ്റെ അടുക്കലല്ല പോകേണ്ടത്, യേശുവിൻ്റെ അടുക്കൽ വരണം, അല്ലേ? അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് പറയാം, ഒന്നാമതായിട്ട് നമ്മളുണ്ട് വിശ്വാസികൾക്ക് മാത്രമേ ആത്മസ്നാനം പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് തീക്ഷ്ണമായ ദാഹത്തോടെ ആഗ്രഹത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്കുള്ളതാണ് ആത്മസ്നാനം, അല്ലേ? അപ്പോൾ കണ്ടോ, ആർക്കാണ് ആത്മസ്നാനം എന്ന് പഠിക്കും തോറും നമ്മൾ എങ്ങനെ സ്നാനം പ്രാപിക്കാമെന്നും കൂടെ പഠിക്കുന്നുണ്ട്, അല്ലേ? രണ്ട് കാര്യങ്ങളും കൂടെ ഒരു ചോദ്യത്തിൽ നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ്. മൂന്നാമതായിട്ട് അപ്പോസ്തല പ്രവർത്തനം 2:38 കേട്ടെ. ആ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്താ എന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജലസ്നാനം പ്രാപിച്ചവർക്ക് എന്ത് കിട്ടും? ആത്മസ്നാനം ലഭിക്കും. അപ്പോൾ പൊതുവെ നമ്മൾ കാണുന്നത് എന്താണ്? മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ജലസ്നാനം പ്രാപിച്ചവർക്കാണ് ആത്മസ്നാനം. അപ്പോൾ മാനസാന്തരപ്പെട്ട് ജലസ്നാനം ഒന്നും എടുക്കാത്തവർക്ക് എന്താണ്? ആത്മസ്നാനം ലഭിക്കുകയില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ചില സമയങ്ങളിൽ ദൈവം എന്ത് ചെയ്യും? പലർക്കും ജലസ്നാനത്തിന് മുമ്പേ തന്നെ ദൈവം അഭിഷേകം കൊടുക്കുക. കാരണം എന്താ? അവർക്ക് ഭയങ്കര ദാഹം, ഒരു ദാഹം സഹിക്കാൻ വയ്യ അവർക്ക്, അല്ലേ? അങ്ങനെയുള്ളവർ കൊടുക്കും. പക്ഷെ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അതല്ല സാധാരണഗതിയിൽ ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനല്ല. ദൈവം പിന്നെ അതൊരു എന്താ പറയുക, ഒരു എക്സെപ്ഷനായിട്ട് നടത്തുന്നതേ ഉള്ളൂ, അല്ലേ? അത് ഒരു കൽപ്പനയാക്കി നമ്മൾ മാറ്റരുത്, അതൊരു ശൈലിയാക്കി മാറ്റരുത്. സാധാരണഗതിയിൽ എപ്പോഴും സ്നാനത്തിന് ശേഷമാണ് ആത്മസ്നാനം. അപ്പം നമ്മൾ സ്നാനപ്പെട്ടവരാണോ എന്ന് നമ്മൾ ചോദിക്കണം. നമ്മൾ മാനസാന്തരപ്പെട്ടോ വിശ്വസിച്ചോ ജലസ്നാനം കഴിച്ചവരാണോ എന്നൊക്കെ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. നാലാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 5:31-32 വാക്യം അത്ര മനസ്സിലാക്കണമെന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ച് യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ വസ്തുവാക്കി ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. പറഞ്ഞു മനസ്സിലായി. യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നതിനുള്ളതിന് ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികൾ. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്, ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദൈവം അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. കണ്ടോ? അപ്പൊ അനുസരിക്കുന്നവർക്കേ ഉള്ളൂ. വിശ്വാസി ആയിരിക്കണം, അനുസരിക്കുന്നവർ. ആദ്യത്തെ അനുസരണം ആദ്യം ഈ പറഞ്ഞ പടികളൊക്കെ തന്നെ: മാനസാന്തരം, വിശ്വാസം. നമ്മൾ ജലസ്നാനം പഠിപ്പിച്ച പറഞ്ഞല്ലോ, ക്രിസ്തീയ ജീവിതത്തിലെ ഒന്നാമത്തെ അനുസരണപ്പടി ജലസ്നാനം. അപ്പൊ ഇങ്ങനെയൊക്കെ അനുസരിച്ചവർക്ക് ദൈവം എന്ത് കൊടുക്കും? പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു, അല്ലേ? അടുത്തതായിട്ട് ആത്മാവിനായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ, പാപികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം. അവൻ നിങ്ങളുടെ കുഞ്ഞ് ഒരു പാവ ചോദിച്ചാൽ നിങ്ങൾ പാവ വാങ്ങിച്ചു കൊടുക്കും. നിങ്ങളുടെ ഒരു കുഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കും, അല്ലേ? പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നല്ല ദാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അറിയുമെങ്കിൽ, നിങ്ങൾ പാപിയായിട്ട് പോലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ, ദൈവമക്കൾ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്ര അധികം അവൻ എന്തു കൊടുക്കും? പരിശുദ്ധാത്മാവിനെ കൊടുക്കും. കണ്ടോ? അപ്പൊ പിതാവിനോട് പ്രാർത്ഥിക്കണം. എന്ത്? പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേന്ന്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അടുത്ത വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 3:21-22. യേശുക്രിസ്തുവിന് എങ്ങനെ ആത്മസ്നാനം ലഭിച്ചേ? വായിച്ചേ. ജനമെല്ലാം യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പോയി സ്നാനമേൽക്കുമ്പോൾ
സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു. യേശുവും സ്നാനമേറ്റപ്പോൾ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റെല്ലാ സുവിശേഷങ്ങളിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ലൂക്കോസ് വ്യത്യസ്തമായി അവിടെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യേശു എന്ത് ചെയ്തു? സ്നാനപ്പെടുമ്പോൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പൊ യേശു പ്രാർത്ഥിച്ചോണ്ട് സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേലിറങ്ങി വന്നു. അല്ലെ, നമ്മളിവിടെ കണ്ട പോലെ ആത്മാവ് നമ്മുടെ മേൽ വരും. അപ്പോൾ കർത്താവും ആത്മസ്നാനം പ്രാപിച്ച എങ്ങനെയാ? പ്രാർത്ഥിച്ചോണ്ടാണ്. അപ്പം നമ്മളും പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ എത്ര കാര്യം കണ്ടു? 1, 2, 3, 4, 5 കാര്യങ്ങളുണ്ട് അല്ലേ. വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ആത്മസ്നാനം. ലോകത്തിന് ഇത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. രണ്ടാമത് നമ്മൾ കണ്ടു യേശുക്രിസ്തുവിന്റെ അടുക്കൽ ദാഹത്തോടെ വരുന്നവർക്കാണ് ഈ സ്നാനം അല്ലേ. മൂന്നാമത് നമ്മൾ കണ്ടു മാനസാന്തരപ്പെട്ട് ജലസ്നാനമേറ്റവർക്കുള്ളതാണ് പരിശുദ്ധാത്മാവെന്ന ദാനം. നാലാമത് കണ്ടു കർത്താവിനെ അനുസരിക്കുന്ന ഒരു അനുസരണ മനോഭാവം ഉള്ളവരായിരിക്കണം അല്ലേ. അവസാനം കണ്ടു പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അപ്പൊ ഇവർക്കൊക്കെയാണ് ആത്മസ്നാനം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നുകൂടെ എന്ത് പറയാൻ പറ്റും? എങ്ങനെ ആത്മസ്നാനം പ്രാപിക്കാൻ പറ്റുമെന്ന് അല്ലേ. എങ്ങനെ ആത്മസ്നാനം പ്രാപിക്കുന്നേ? മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കണം, കർത്താവിനോട് ഒന്നിച്ചു വരുവാൻ, ഏകീഭവിക്കുവാൻ ജലസ്നാനം പ്രാപിക്കണം അല്ലേ. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, പിതാവേ യേശുക്രിസ്തുവിനാൽ എന്നെ ആത്മസ്നാനം കഴിക്കണമേ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിതാവ് തരും അല്ലേ. യേശുവിൻ്റെ അടുക്കൽ വരണം. പക്ഷെ പിതാവിൻ്റെ വാഗ്ദത്തമാണ് യേശു നമുക്ക് നൽകുന്നത്. സ്നാനം കഴിപ്പിക്കുന്നയാൾ യേശു ക്രിസ്തുവാണ്, പക്ഷെ തരുന്നത് പിതാവിൻ്റെ വാഗ്ദത്തമാണ് അല്ലേ. അതുകൊണ്ടാണ് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ആണെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അല്ലേ. ഈ ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ തുടർമാനമായ ഒരു അനുഭവമായിരിക്കണം, അല്ലാതെ പണ്ടപ്പോഴോ ഒരു ആത്മസ്നാനമല്ല അല്ലേ. അത് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നതോറും നമ്മൾ പഠിക്കും. ആത്മസ്നാനം പ്രാപിച്ച അപ്പോസ്തലന്മാരും വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആത്മനിറവ് പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമായി പറയുന്നത് അല്ല. ചിലരൊക്കെ വേണ്ടി ആത്മസ്നാനം പണ്ടപ്പോഴോ പ്രാപിച്ചിനി അതൊരു ബാഡ്ജായിട്ട് തൂക്കിക്കൊണ്ട് നടക്കും. അതല്ല. ഞാൻ 1996 ആത്മ അഭിഷേകം പ്രാപിച്ചു എന്നൊക്കെ പറയും ചിലര്. അങ്ങനെ അത് ശരി, നല്ല കാര്യം, അഭിഷേകം പ്രാപിച്ചു. ഇന്ന് അഭിഷേകം ഉണ്ടോ? ഇന്ന് ആത്മനിറവുണ്ടോ? അപ്പൊ പ്രാപിച്ചവരും എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ ആത്മാവിനാൽ എന്നെ സ്നാനം കഴിപ്പിക്കണമേ. അപ്പോൾ ഇന്നത്തെ പഠനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ധ്യാനിക്കാം. ഈ വിഷയം വേഗത്തിൽ നീങ്ങിയാൽ പറ്റത്തില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ അധ്യായങ്ങളായിട്ട് മുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ആത്മസ്നാനത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം അല്ലേ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ സവിശേഷകരമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ വിശേഷതയാണ് ആത്മസ്നാനം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ ഇത് പ്രാപിച്ചിരിക്കണം അല്ലേ. ക്രിസ്തുവിൻ്റെ അടുക്ക വന്നാൽ രക്ഷ പ്രാപിച്ചിരിക്കണമെന്ന് പറയുന്നത് പോലെ. അപ്പോൾ ചിലരൊക്കെ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് എന്തോ പ്രാപിച്ചു? അപ്പം പ്രാപിച്ചു, തിന്നാനുള്ള അപ്പവും കിട്ടി അങ്ങ് പോയി, രക്ഷയൊന്നും പ്രാപിച്ചു. നമ്മൾ പറയുക അയ്യേ ഇതുപോലെ മണ്ടന്മാർ, രക്ഷകൻ്റെ അടുക്ക വന്നിട്ട് അപ്പവും മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അനുഭവമാണ് നമ്മൾ അവനാൽ ആത്മസ്നാനം പ്രാപിക്കണമെന്നുള്ളത്. പിന്നെ ആത്മസ്നാനം എന്താണ്? ആത്മാവ് നമ്മുടെ മേൽ വരുന്നതാണ്, ആത്മനിറവാണ്, ആത്മാവിനെ പാനം ചെയ്യുന്നതാണ്, അഭിഷേകം പ്രാപിക്കുന്നതാണ്, ആത്മാവിനാൽ മുദ്രയിടുന്നതാണ് അല്ലേ. ഇതാർക്കാ പറഞ്ഞിട്ടുള്ളത്? രക്ഷിക്കപ്പെട്ട് ജലസ്നാനമെടുത്ത സകല വിശ്വാസികൾക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയണം, കർത്താവെ എനിക്ക് ആത്മനിറവ് പകർന്നു നൽകണം. ചോദിക്കുമെങ്കിൽ പിതാവ് എത്ര അധികം നിങ്ങൾക്ക് തരുമെന്നുള്ള വാഗ്ദത്തവും നമുക്കുണ്ട് അല്ലേ. വേറെ എന്ത് ചോദിച്ചാലും നമുക്ക് ഉറപ്പില്ല ചിലപ്പോൾ കിട്ടുമെന്ന്. ഇത് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ അനുഗ്രഹം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ആത്മസ്നാനത്തിനായിട്ടും ആത്മനിറവിനായിട്ടും അഭിഷേകത്തിനായിട്ടും ഒക്കെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും സവിശേഷമായ ശുശ്രൂഷയായ
ആത്മസ്നാനം തരിക എന്ന് പറഞ്ഞ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഇന്ന് അല്പം ധ്യാനിക്കുവാൻ നീ നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളെല്ലാവരെയും കർത്താവേ, ഒരാളെയും ഒഴിച്ചുകൂടാതെ കർത്താവേ, ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുവാൻ ഞങ്ങളേവരെയും നീ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് കേൾക്കുന്നതിനപ്പുറത്തായിട്ട് നിന്നെ ഉള്ളത്തിൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ കൂട്ടായ്മയും സഹവാസവും ഉള്ളത്തിലറിയുവാൻ കർത്താവേ, അനുഭവിച്ചറിയുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവെന്ന ദാനം പകർന്നു നൽകിയാലും കർത്താവെ, കടന്നു വന്ന സകല ജനത്തെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മനിറവോടുകൂടെ എന്നും ജീവിപ്പാൻ, ആത്മപൂർണതയോടെന്നും ജീവിപ്പാൻ, ആത്മാവിനോട് ചേർന്ന് നടക്കുവാൻ, ആത്മാവിൻ്റെ സംസർഗത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ആരെയും കർത്താവെ ഒഴിച്ചുകൂടാതെ ഞങ്ങളേവരും ആത്മനിറവ് പ്രാപിക്കുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ മാനസാന്തരപ്പെട്ട് ജലസ്നാനത്തിലൂടെ കർത്താവെ നിന്നോട് ഏകീഭവിച്ച് കർത്താവെ ആത്മസ്നാനം പ്രാപിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.